ഹായ്, ഹലോ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് EFTയെ കുറിച്ചാണ്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ആക്ച്വലി EFT അല്ല, അത് ടാപ്പിംഗ് ടെക്നിക്സ് ആണ്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക് EFT എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാം, അതിനൊരു പാറ്റേൺ ഉണ്ടായിരിക്കും, അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഉള്ള പ്രോബ്ലംസ് എന്തുകൊണ്ടാണ്, അതിൻ്റെ റൂട്ട് എന്താണ് എന്നൊക്കെ കണ്ടുപിടിച്ച് അതിനെ കറക്റ്റായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് EFT എന്ന് പറയുന്നത്. ചില ഇമോഷൻസിനെ നമുക്ക് റിലീസ് ചെയ്യേണ്ടി വരും, ചില ഇമോഷൻസിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, ചിലതിന് നമുക്ക് എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് EFT. ഇനി ഇത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നമുക്ക് ഹെൽപ്പ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മുടെ തല മുതൽ നമ്മുടെ കാലിൻ്റെ പെരുവിരൽ വരെ നമുക്ക് മെറീഡിയൻ പോയിൻറ്റ്സ് ഉണ്ട്, അതിലെല്ലാം നമ്മുടെ ഇമോഷൻസിനെ പല ഭാഗത്താക്കി സ്റ്റോർ ചെയ്യും. നമ്മൾ ഈ ഭാഗത്ത് ടാപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തൊടുമ്പോൾ ഒന്നുകിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുമായിരിക്കും, അത് അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യുമായിരിക്കും, അതല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്യുമായിരിക്കും. ഈ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇനി ഇത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ തലമന്തിര കാലിൻ്റെ പേരത്തെ നമുക്കിപ്പോൾ എല്ലാ പോയിൻറ്റ്സിനും നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. നമ്മളിപ്പം നോർമലി ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഒന്ന് നമ്മുടെ കൈൻ്റെ സൈഡിലാറ്റ ഇവിടെയാണ്, ഇനി 4 ഫിംഗേഴ്സ് വെച്ച് ഇവിടെയാണ് ടാപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ടോപ്പ് ഓഫ് ദി ഹെഡ്, പിന്നെ നമ്മുടെ ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം, അത് ഏത് സൈഡ് വേണമെങ്കിലും ആകും, 2 കൈ ഒന്നും ചെയ്യാം. ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം, പിന്നെ നമ്മുടെ കണ്ണിൻ്റെ സൈഡ്, കണ്ണിന് താഴെ, ഇവിടെ ചുണ്ടിൻ്റെ മുകളിൽ, ചുണ്ടിന് താഴെ, പിന്നെ നമ്മുടെ ഇവിടെ കോളർ പോകുന്നുണ്ട്, അതിനൊരു 2 ഇഞ്ച് താഴെയായിട്ട് ഇവിടെ, നീ തൊണ്ടക്കുഴിയുടെ താഴെ ഇവിടെയും നമുക്ക് ടാപ്പ് ചെയ്യും. ഇനി നമ്മുടെ അണ്ടർ ആംസ് അല്ല, അവിടെ കുറച്ചും കൂടി താഴ്ന്നുകൊണ്ട് റിബ് കേജിൻ്റെ സൈഡിലായിട്ട് ഇവിടെ, പിന്നെ നമ്മുടെ റിസ്റ്റിൽ, ഇനി നമ്മുടെ ഈ നഖവും സ്കിന്നും കൂടി ടച്ച് ചെയ്യുന്ന ഭാഗത്ത്, ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താണോ പറയാനുള്ളത് അതൊരിക്കലും പോസിറ്റീവ് ആണെന്നില്ല. ഇപ്പോൾ നമുക്കൊരാളോട് ദേഷ്യമാണ്, അതല്ലെങ്കിൽ നമുക്ക് സങ്കടമാവും, അതല്ലെങ്കിൽ നമുക്ക് നിസ്സഹായാവസ്ഥയാവും, ഇങ്ങനെ പലതും ഉണ്ടാവും. അത് എന്താണോ നമുക്ക് തോന്നി, ഇപ്പോൾ ഒരാളോട് എക്സാമ്പിൾ നമുക്കൊരാളോടൊരു ദേഷ്യം, ചിലപ്പോൾ നമുക്ക് അയാളോട് ഭയങ്കരമായിട്ടുള്ള അടിക്കാനുള്ള ദേഷ്യം ഉണ്ടാവും, അതല്ലെങ്കിൽ അയാളോട് എന്തെങ്കിലും നമുക്ക് പറയാനുള്ള ദേഷ്യം ഉണ്ടാവും, പക്ഷെ നമ്മളതൊക്കെ സപ്രസ് ചെയ്തേക്കാക്കി. ഇതൊക്കെ നമ്മുടെ ബോഡിയെയും നമ്മുടെ ഫ്യൂച്ചറിനെയും നമ്മുടെ എല്ലാത്തിനെയും ബാധിക്കുന്നതാണ്. ഇത് നമ്മൾ ടാപ്പ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് റിലീസാവും. എന്നിട്ട് നമുക്കൊരു റിയലൈസേഷൻ വരും, ഓക്കെ ഞാൻ ഇത്രയും ദേഷ്യം പിടിക്കുന്ന കാര്യമില്ല, അല്ലെങ്കിൽ ഇന്നത് കൊണ്ടാണ്, അതിൽ പിന്നീട് നമ്മളത് ബാധിക്കാതെയാവും. ഇങ്ങനെയാണ് EFT ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് സെഷൻ എടുക്കാം, നിങ്ങൾക്ക് തോന്നാം നിങ്ങൾക്ക് ഇങ്ങനത്തെ പാറ്റേൺ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊരു തോട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിലീഫ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് തുടങ്ങിയാലും അതങ്ങ് സക്സസ് ആവില്ല, അത് ഇടയ്ക്ക് വെച്ച് അങ്ങ് ഫെയിലിയർ ആയിപ്പോകും, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല, അതായത് നമ്മൾ ഒരുപാട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊക്കെ ഇടയിൽ എന്തെങ്കിലും കാരണം ഒക്കെ വന്നിട്ട് അത് മുന്നോട്ട് പോകുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഒക്കെ ബ്രേക്കപ്സ് വരുന്നു, അതല്ലെങ്കിൽ ഇപ്പോഴും അതൊരു പ്രശ്നങ്ങൾ വരുന്നു, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാരൻസുമായിട്ട് ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇനി ഇത് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് കുട്ടികളിലും യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള മക്കൾക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ട്, അവർക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അത് അവർ പറയാതെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അവർക്ക് ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട്, പലതും ഉണ്ട് അവരുടെ ഉള്ളിൽ. അതിനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് EFT അവരെ ഇതിൽ ഉൾപ്പെടുത്താതെ വേണമെങ്കിൽ അവർക്ക് വേണ്ടി അമ്മമാർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് EFT. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി സെഷൻ എടുക്കണം, അല്ലെങ്കിൽ എന്താണ് EFT എന്ന് പഠിക്കണം, ഇതെനിക്ക് ഉപയോഗിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. താങ്കളുടെ സൊല്യൂഷൻ കണ്ടെത്താട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.